ഗുഡ് ഈവനിങ് ഡേഡേഴ്സ്, ഗുഡ് ഈവനിങ് ഇൻവെസ്റ്റേഴ്സ്. സിയാദ് ഇലിക്കൽ എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കിടക്കാം. നിഫ്റ്റിയുടെ എക്സ്പയറി ഡേ ആയ ഇന്ന് നിഫ്റ്റി കൺസോൾട്ടേഷൻ വിത്ത് സ്ലൈറ്റ്ലി നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് 25,500 ഹൈ ടെസ്റ്റ് ചെയ്തു. അവിടെ നിന്നും ഒരു 200 പോയിൻ്റ് അടുത്ത് ഇൻട്രാഡേ ഹൈയിൽ നിന്നും ഒരു 200 പോയിൻ്റ് അടുത്തൊരു ഫോള് ചാർട്ട് കാണുമ്പോൾ മനസ്സിലാവും. നിഫ്റ്റി ഓപ്പൺ ചെയ്തു, അതിനുശേഷം റിക്കവറി രേഖപ്പെടുത്തി 25,500 ഹൈ ക്രിയേറ്റ് ചെയ്തു മൾട്ടിപ്പിൾ ടൈം. പിന്നീട് ഒരു കനത്ത സെൽ ഓഫ് എന്ന് വേണം പറയാൻ. ഹൈയിൽ നിന്നൊരു കനത്ത സെൽ ഓഫ് കാണാം. സെക്കൻഡ് ഹാഫിൽ നല്ലൊരു ഇടിവുണ്ടായിരുന്നു. നിഫ്റ്റി 192 പോയിന്റ് ഇടിവ് രേഖപ്പെടുത്തി. നിഫ്റ്റി ഇപ്പോൾ 25,397, അതായത് 25,400 നിഫ്റ്റി ക്ലോസ് നടത്തിയത്. ഈ ഒരു കാലയളവിൽ ട്രംപിൻ്റെ താരിഫ് ഫിയർ എല്ലാം തന്നെ മാറി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് FIs തിരികെ എത്തി. DEs അതിശക്തമായിട്ട് ബൈ ചെയ്തു. റീറ്റെയിലേഴ്സും നല്ല ബൈ നടത്തി. നിഫ്റ്റി 25,500 എന്ന് പറയുന്ന മേജർ റെസിസ്റ്റൻസ് സോണിൽ എത്തി. ഓൾ ടൈം ഹൈയിൽ നിന്ന് വളരെ പരിസരത്തേക്ക് എത്തി. എന്നാൽ ഈ ഒരു സോൺ എന്ന് പറയുന്നത് ടെക്നിക്കലി വളരെയധികം റെസിസ്റ്റൻസ് ഉള്ള ഒരു ഏരിയയാണ്. കൂടാതെ തന്നെ അതിനുശേഷമാണ് നമ്മൾ കേട്ടത് ഈ ട്രംപ് ഈ റഷ്യയിൽ നിന്ന് ഓയിൽ ക്രൂഡ് ബൈ ചെയ്യുന്ന രാജ്യങ്ങൾക്ക് മേൽ ഏകദേശം 500% ഒരു താരിഫ് ഏർപ്പെടുത്തിയേക്കും എന്നുള്ള ഒരു വാർത്തകളെല്ലാം തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫിയർ ഉണ്ട്. അത് സത്യമാണോ എന്ന് നമുക്കറിയില്ല. ട്രംപിൻ്റെ ഭാഗത്തുനിന്നൊരു പ്രസ്താവന ഉണ്ട് എന്ന് നമുക്ക് മാധ്യമങ്ങളിൽ കാണാൻ സാധിക്കും. പക്ഷേ അത് മാറ്റി നിർത്തിയാൽ കൂടിയും ഈ ഇന്ത്യ US താരിഫ് അതിൻ്റെ ഡെഡ് ലൈൻ ആയിട്ടുണ്ട്. അപ്പോൾ അത് എന്തായിരിക്കും ഔട്ട്കം എന്നാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് നമ്മളുടെ ഈ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെ, അല്ലെങ്കിൽ കാർഷിക മേഖലയെ, ടെലകോമിന്, ഓട്ടോമൊബൈലിനെ എല്ലാം തന്നെ പ്രൊട്ടക്റ്റ് ചെയ്തതിന് ശേഷം എന്നാൽ US പിണക്കാത്ത രീതിയിലുള്ള ഒരു താരിഫ് ആയിട്ട് വരണം. അത് ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തിന് വളരെയധികം ക്രൂഷ്യലായിരിക്കും. അപ്പോൾ അതിൻ്റെ ഔട്ട്കം മാർക്കറ്റ് ഒരു ഫിയർ ഉണ്ട്. അതിൻ്റെ ഭാഗമെന്നാണ് കഴിഞ്ഞ 3 ദിവസവും FIs ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ല് നടത്തിയിട്ടുള്ളത്. FIs സെല്ലിങ് നടത്തിയിട്ടുള്ളത് നമുക്കറിയാം. പർട്ടിക്കുലർലി ഫിനാൻഷ്യൽ കമ്പനീസിലാണ്. ഇന്നലെയും മിനിഞ്ഞാന്നും ഇന്നും ഫിനാൻഷ്യൽ കമ്പനീസിലാണ് FIs സെല്ല് നടത്തിയിട്ടുള്ളത്. ഇന്നും കൊഡാക് ബാങ്കും ബജാജ് ഫിനാൻസും ബജാജ് ഫിൻസർവും ഇടിവ് രേഖപ്പെടുത്തി. ഇന്നലെ റാലി രേഖപ്പെടുത്തിയ JSW സ്റ്റീല് ഇന്ന് കണ്ണ് കിട്ടി. ഇന്ന് ആ സ്റ്റോക്കും ഇന്ന് ഇടിവ് രേഖപ്പെടുത്തി. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് HDFC ബാങ്ക്, ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക് മാർക്കറ്റിനെ പിടിച്ചു നിർത്തിയ റിലയൻസിൽ എല്ലാത്തിലും ഒരു ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നമ്മൾ വിസിബിളായിരുന്നു. ഇന്ന് പ്രത്യേകത കണ്ട കാര്യം, ഈ ഓട്ടോമൊബൈൽ സെക്ടറിൽ നിന്നും ഹീറോ മോട്ടോ കോർപ്പും മാരുതിയും പോസിറ്റീവിൽ റിയാക്ട് ചെയ്തു. അപ്പോളോ ഹോസ്പിറ്റലിൻ്റെ സെപ്പറേറ്റ് എൻറ്റിറ്റി വരുന്ന ഒരു ന്യൂസ് പോസിറ്റീവായിട്ട് റിഫ്ലക്റ്റ് ചെയ്തു. 2 ദിവസമായിട്ട് അപ്പോളോ ഹോസ്പിറ്റൽ പോസിറ്റീവായിട്ട് ക്ലോസ് നടത്തിയിട്ടുണ്ട്. കൂടാതെ തന്നെ ഫെയർനെസ് കമ്പനിയായിട്ടുള്ള നൈക്ക കമ്പനീസ് 4% ഇടിവ് രേഖപ്പെടുത്തി. പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ് 2% സ്റ്റേക്ക് സെല്ല് ചെയ്ത് മാറുന്നുണ്ട് എന്നുള്ള ന്യൂസാണ്. ബ്രോക്കറിംഗ് സ്ഥാപനത്തിൻ്റെ അപ്ഗ്രേഡ് കാരണം AC നിർമ്മാതാക്കളായിട്ടുള്ള ബ്ലൂ സ്റ്റാർ 4% ഒരു റാലി. ക്രൂഡ് ഓയിൽ പ്രൈസ് റൈസ് ചെയ്യുന്ന കാരണം ഏവിയേഷൻ സെക്ടറിലുള്ള ഇൻഡിഗോയിൽ ഒരു സ്ലൈറ്റ്ലി പ്രോഫിറ്റ് ബുക്കിംഗ്. അതൊക്കെ തന്നെയാണ് നമ്മൾ മാർക്കറ്റിൽ കണ്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ US മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ US മാർക്കറ്റ് നാളെ കഴിഞ്ഞ അവധിയാണ്. അവിടെ നിന്ന് നോൺ ഫാം പേറോൾ ഡേറ്റ വരുന്നുണ്ട്. കൂടാതെ തന്നെ ട്രംപും നമ്മുടെ സെൻട്രൽ ബാങ്ക് തലവനായിട്ടുള്ള ജെറോം പൗലും തമ്മിലുള്ള വാക്കുതർക്കവും അതല്ലെങ്കിൽ ഭിന്നതയും എല്ലാം തന്നെ രൂക്ഷമായിട്ട് ഇപ്പോൾ മാധ്യമങ്ങളിൽ വളരെയധികം ചർച്ചാ വിഷയമായിട്ടുണ്ട് അങ്ങ് US നിന്ന്. അപ്പം നമുക്ക് ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് പരിശോധിക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ കാണാം ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റ് നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണോ ഉള്ളത്. ഫ്ലാറ്റാണ്. ഇന്ത്യ വിക്സ് വലിയ മാറ്റങ്ങളൊന്നും തന്നെ സംഭവിച്ചില്ല. ഡോ ഫ്യൂച്ചർ ഫ്ലാറ്റാണ്. ഏഷ്യൻ മാർക്കറ്റ് ഒന്നടങ്കം ഫ്ലാറ്റാണ്. ഏറ്റവും ടോപ്പിൽ നിന്ന് മൂന്നാമത് നോക്കുകയാണെങ്കിൽ ഗോൾഡ് $10 പെർ ഔൺസിന് ഇടിഞ്ഞു. ഏറ്റവും ടോപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ ബിറ്റ്കോയിൻ $2,150 ശക്തമായിട്ടുള്ള ഒരു ബ്രേക്ക് ഔട്ട് നടത്തിയെന്ന് വേണം ബിറ്റ്കോയിന് പറയാൻ. അപ്പോൾ ബിറ്റ്കോയിനിലെല്ലാം തന്നെ 26,000 റേഞ്ചിലൊക്കെ ഉണ്ടായിരുന്നു ഏകദേശം ഒരു വർഷമൊക്കെ മുമ്പ്. വളരെ പെട്ടെന്നാണ് ബിറ്റ്കോയിൻ എല്ലാം തന്നെ മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ട്രംപ് വന്നിട്ട് ഗുണം കിട്ടിയ ആകെ ഒരു അസറ്റ് ക്ലാസ് എന്ന് പറയുന്നത് പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സിൽ അത് ബിറ്റ്കോയിനാണ്. ഇനി നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സിൽ അത് ഗോൾഡാണ്. നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സിൽ ഗോൾഡാണെന്ന് പറയാൻ കാരണം ആളുകൾ ഇക്വിറ്റി മാർക്കറ്റിൽ ഒരു അസ്ഥിരത കാരണം ഒരു സേഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ഗോൾഡിനെ കൺസിഡർ ചെയ്തു. എന്നാൽ ട്രംപ് ഈ ഒരു ബിറ്റ്കോയിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന എന്നുള്ള പോസിറ്റീവ് കാരണം ഈ ഒരു ബിറ്റ്കോയിൻ റാലി രേഖപ്പെടുത്തി. ഇത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇക്വിറ്റി മാർക്കറ്റിൽ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെയധികം ഫിയർ ഉണ്ട്. US മാർക്കറ്റും ഇസ്രായേൽ മാർക്കറ്റും എല്ലാം തന്നെ ഓൾ ടൈം ഹൈ ആണ്. പക്ഷെ അതും ഇപ്പോൾ എന്ത് വേണമെങ്കിലും സംഭവിക്കാവുന്ന രീതിയിലാണ് ഇപ്പോൾ എൻറ്റയർ ഗ്ലോബൽ മാർക്കറ്റ് ഉള്ളത്. ഇപ്പോൾ ട്രംപിൻ്റെ പ്രസ്താവന
എന്താണ് എന്ന് ആണ് ഇപ്പോൾ പുട്ടൊക്കെ ഹോൾഡ് ചെയ്യുന്ന പുട്ടൊക്കെ ഷോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കോളൊക്കെ ഹോൾഡ് ചെയ്യുന്ന ആളുകളുടെ ഒരു പേടി സ്വപ്നം എന്ന് പറയുന്നത്. കാരണം നമ്മൾ കണ്ടിരുന്നു 4 മാസം മുമ്പ് 2 മാസം മുമ്പ് ഒരു സീവിയർ സെല്ലിംഗ് പ്രഷറൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഇത് ബൈ സെൽ റെക്കമെൻഡേഷനൊന്നുമല്ല, മാർക്കറ്റിൽ ചർച്ച ചെയ്യുന്ന സ്റ്റോക്കുകളുടെ വാർത്തകൾ പരമാവധി നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ നമ്മുടെ ചാനൽ നിങ്ങളുടെ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. കാരണം ഈ ന്യൂസ് കേൾക്കാതെ ഒരുപാട് ആളുകൾ ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വളരെയധികം ഗുണകരമാവും. എന്നും നമ്മൾ ബെൽ ബട്ടൺ അമർത്തണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊന്നും പറയുന്നില്ല. കാരണം ന്യൂസ് പറയുന്ന ആ ഒരു സീരിയസ്നെസ് കൊണ്ടങ്ങ് പറഞ്ഞു പോകും. പിന്നീട് പല ആളുകളും നമ്മുടെ അടുത്ത് പറയാറുണ്ട്, നിങ്ങൾ ഒരിക്കൽ പോലും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയാറില്ല എന്ന്. അത് മറന്നു പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് അയയ്ക്കുക, മറ്റെല്ലാ ഫാമിലി മെമ്പേഴ്സിനും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം. കാരണം നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് എൻറ്റയർ ഗ്ലോബലി നടക്കുന്ന കാര്യമാണ്. അല്ലാതെ നിഫ്റ്റിയുടെ ചാർട്ടോ അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല. അത് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇത് വളരെയധികം ഗുണകരമാകും. അപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്കും എല്ലാവർക്കും തന്നെ ഇതുകൾ ഷെയർ ചെയ്യുക. സ്റ്റോക്കുകളുടെ വാർത്തകളിലൊക്കെ ആദ്യമുള്ളത് IEX ആണ്. ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് കമ്പനിയാണ്. ഫിസിക്കൽ ഇലക്ട്രിസിറ്റി എല്ലാം തന്നെ ക്രയവിക്രയം ചെയ്യാനായിട്ട് ഉള്ള കമ്പനിയാണ് IEX. അപ്പോൾ IEX ഇവരുടെ ട്രേഡ് വോളിയം എല്ലാം തന്നെ 15% ഒരു അപ്സൈഡ് കണ്ടു എന്നുള്ളതാണ് കമ്പനി അവകാശപ്പെടുന്നത്. മൊബിക്വിക് കമ്പനി സെബി അവർക്ക് സ്റ്റോക്ക് ബ്രോക്കറിൻ്റെ അംഗീകാരം കൊടുത്തതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. UCO ബാങ്ക് കമ്പനി ഇവരുടെ എല്ലാം തന്നെ ഡെപ്പോസിറ്റ് 14% ഉയർന്നതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. അപ്പോൾ കമ്പനികളുടെ എല്ലാം തന്നെ Q1 റിസൾട്ട് വരികയാണ്. നമ്മുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഓരോ കമ്പനീസിൻ്റെ എല്ലാം തന്നെ റിസൾട്ട് ഏതൊക്കെ ദിവസമാണെന്ന് അറിയാൻ സാധിക്കും. കൂടെ തന്നെ ഡിവിഡൻഡ് അറിയാൻ സാധിക്കും, ഗ്ലോബൽ ഈവൻ്റ് അറിയാൻ സാധിക്കും. അതെല്ലാം തന്നെ ഫ്രീ ആണ്. നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട് ട്രേഡബിൾ ടാബിൻ്റെ ലിങ്ക്. ഇനി ഇൻറ്റിഗ്രേറ്റഡ് കമ്പനി ഇവരുടെ എനർജി സ്റ്റോറേജ് സിസ്റ്റം പ്രൊജക്റ്റ് ഗുജറാത്തിൽ കമ്പനി ആരംഭിക്കുന്നു എന്നുള്ള ന്യൂസ്. NBCC കമ്പനി ഇവർ കർണാടക, ഒഡീഷ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇവർക്ക് മൾട്ടിപ്പിൾ ഓർഡർ കിട്ടി, 65 കോടി രൂപയുടെ ഓർഡർ. ധനുക അഗ്രിടെക് കമ്പനി 14% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉണ്ടാകുമെന്നാണ് കമ്പനി വിശ്വസിക്കുന്നത്. മികച്ച മൺസൂൺ ഔട്ട്ലുക്കാണ് പ്രധാനപ്പെട്ട കാരണം. CSB ബാങ്ക് കമ്പനി Q1 അപ്ഡേറ്റ് വന്നു. ഗോൾഡ് പോർട്ട്ഫോളിയോയിലെ തന്നെ 36% വർധനവ്, അഡ്വാൻസും ഉയർന്നു. ഡ്രീം ഫോക്ക് കമ്പനി ഈ AI എല്ലാം തന്നെ വരുമ്പോൾ പ്രശ്നത്തിലാകുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഒരു ഒരു പ്രസ്താവനയാണ് ഡ്രീം ഫോക്ക് കമ്പനി 2 ദിവസമായിട്ട് ഇടിവ് രേഖപ്പെടുത്തിയത്. ഡ്രീം ഫോക്ക് എന്ന് പറയുന്നത് എയർപോർട്ട് ലോഞ്ച് ആക്സസ് എല്ലാം തന്നെ എടുക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കമ്പനിയാണ് ഡ്രീം ഫോക്ക്. എന്നാൽ ആദാനി എയർപോർട്ട് ഡയറക്ടർ മിസ്റ്റർ ബൻസാൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പുതിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ വേറെ ആരുടെയും സഹായം ഇല്ലാതെ നിങ്ങൾക്ക് ലോഞ്ച് ആക്സസ് എല്ലാം തന്നെ ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു പ്രസ്താവന കാരണം ഡ്രീം ഫോക്ക് ഇടിഞ്ഞു. PVR ഇനോക്സ് കമ്പനി, 2 ഒറ്റ കമ്പനിയായല്ലോ. അപ്പോൾ അവർ സൗത്ത് ഇന്ത്യയിലെല്ലാം തന്നെ എക്സ്പാൻഷന് വേണ്ടി ശ്രമിക്കുകയാണെന്നുള്ള ന്യൂസാണ്. അപ്പോൾ PVR ഇനോക്സ്, സിനിപോൾസൊക്കെ കൊച്ചിയിൽ ഉണ്ട് നിലവിൽ. അപ്പോൾ ഈ 3 കമ്പനീസാണ് ഈ ഒരു മീഡിയ രംഗത്തുള്ള കമ്പനീസ്. ഇതിൽ PVR ഇനോക്സും മെർജ് ചെയ്ത് ഒറ്റ കമ്പനിയായി. ഇനിയിപ്പോൾ സിനിപോൾസ് പോലെയുള്ള കുറച്ച് കമ്പനീസ് മാത്രമാണ് PVRന് എതിരാളികളായിട്ട് ഉള്ളത്. അപ്പോൾ അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ PVR ഈ ഒരു മേഖലയിൽ വിപണി പങ്കാളിത്തത്തിൽ ഏകദേശം ഒരു 60% ഇപ്പോൾ കൈവശം വയ്ക്കിരിക്കുന്നത് PVR തന്നെയാണ്. ONGC കമ്പനി മിറ്റ്സി ഓസ്കി എന്ന് പറയുന്ന ജപ്പാൻ ബേസ്ഡ് കമ്പനിയുടെ പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. ഗോദ്രേജ് ഇൻഡസ്ട്രീസ് കമ്പനി 750 കോടി രൂപ കെമിക്കൽ ബിസിനസ്സിൻ്റെ എക്സ്പാൻഷന് വേണ്ടിയിട്ട് കമ്പനി മുടക്കുകയാണെന്നുള്ള ന്യൂസ്. ജോൺസൺ കൺട്രോൾ കമ്പനി 36 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. റിലയൻസ് ഇൻഡസ്ട്രീസ് കമ്പനി ഇവർ UK ബേസ്ഡ് ആയിട്ടുള്ളൊരു ബ്യൂട്ടി ഫെയർനെസ് കമ്പനിയായിട്ട് ടൈപ്പ് ആയിട്ടുണ്ട്. ഫേസ്ചം എന്ന് പറഞ്ഞ ഒരു പേരിൽ. BML കമ്പനി ഇന്ത്യൻ ആർമിയുടെ ഭാഗത്തുനിന്ന് പുതിയ ഓർഡർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സ്പൈസ് ജെറ്റ് കമ്പനി ഇവർക്ക് പുതിയ 2 എൻജിൻ ബോയിങ് 737 NJ അത് ഇവർ സ്വന്തമാക്കി എന്നുള്ള ന്യൂസ്. ടാറ്റ പവർ കമ്പനി 752 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള സോളാർ പ്രൊജക്റ്റ് ഇവർ കമ്മീഷൻ ചെയ്യും. കൊട്ടാക് മഹീന്ദ്ര ബാങ്ക് മെക്കറോ എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി ഡൗൺഗ്രേഡ് ചെയ്തു. GMP ഫെഡറൽ കമ്പനി ഇവർ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. ഓഗസ്റ്റ് 1 റെക്കോർഡ് ഡേറ്റ് ഉള്ളത്. ആർക്കേഡ് ഡെവലപ്പേഴ്സ് കമ്പനി 3500 കോടി രൂപയുടെ പുതിയ പ്രൊജക്റ്റ് ഡൽഹിയിൽ ചെയ്യുന്നുണ്ട്. കിൽടെക് ഡ്രഗ് കമ്പനി
1000 കോടി രൂപ റവന്യൂ പൊട്ടൻഷ്യൽ ഇവരുടെ പുതിയ മെഡിസിനിലൂടെ കമ്പനി എയിം ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പോഴുള്ള ന്യൂസ്. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. താങ്ക് യു ഓൾ.